മുനമ്പം സമരക്കാരെ കയ്യേറ്റക്കാരെന്ന് അധിക്ഷേപിച്ച് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി മുനമ്പത്തെ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ആഹ്വാനം. അമുസ്ലിങ്ങളായവരും അവിടെ ഭൂമി വാങ്ങിയിട്ടില്ല. സമരത്തിന് പിന്നിൽ റിസോർട്ട് മാഫിയ. 138 പേർ മാത്രമാണ് അവിടെ സാധാരണക്കാരായി ഉള്ളുവെന്നും അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ അവകാശവാദം. കയ്യേറ്റം മനസ്സിലാക്കണം. ഇത് വഖഫ് സ്വത്താണ്. പക്ഷേ പാവങ്ങൾക്കുണ്ടെങ്കിൽ അത് 138 പേര് മാത്രമാണ് ഞങ്ങളുടെ സർവേയിൽ. അവിടെ 138 650 എണ്ണൊന്നും പെരുപ്പിച്ച് കാണിക്കുകയാണ്. അത് സെറ്റിൽ ചെയ്യാവുന്ന വിഷയമുള്ളൂ. അവർ 4 സെൻറ്റ് 5 സെൻറ്റ് 6 സെൻറ്റേ ഉള്ളൂ. അത് സെറ്റിൽ ചെയ്യാൻ കഴിയും. ബാക്കി റിസോർട്ടിനെ പോയി പിടികൂടണം. അത് വഖഫ് സ്വത്താണ്. അതവർ വാങ്ങാൻ പാടില്ല, കൈവെക്കാനും പാടില്ല. അത് വഖഫ് സ്വത്തായി സംരക്ഷിക്കേണ്ടതാണ്. ഫറൂഖ് കോളേജാണ് പ്രതിസ്ഥാനത്ത്. ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് വിൽപ്പന നടത്തി അക്രമം ചെയ്തു. കൺസെൻറ്റ് പോലും ബോർഡിൻ്റെ വാങ്ങിയില്ല. അബദ്ധം ന്യായീകരിക്കാൻ അവർ ഒളിഞ്ഞു കുത്തിയിരുന്നാൽ പറ്റില്ല. കോഴിക്കോട് നിന്ന് അനഘ ഹർഷനുണ്ട്. അനഘ, ഈ അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? മുനമ്പത്തിപ്പോൾ സമരം ചെയ്യുന്ന, രാപ്പകലില്ലാതെ സമരം ചെയ്യുന്നവരെ കയ്യേറ്റക്കാരെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുകയാണ് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി. മാത്രമല്ല, ഇവിടെയുള്ള 138 ആളുകൾ മാത്രമാണ് സാധാരണക്കാർ. അവർ മാത്രമാണ് ഇവിടെ നിന്ന് അവർക്ക് മറ്റൊരു സ്ഥലത്ത് ഭൂമി കണ്ടെത്തി കൊടുക്കാം, അവരുമായി സംസാരിക്കാം, സെറ്റിൽമെന്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇന്ന് വഖഫ് കേരള അഖില കേരള സംരക്ഷണ സമിതി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ സമരത്തിന് ഇപ്പോൾ രാപ്പകലില്ലാതെ സമരം നടത്തുന്ന ഈ സമരക്കാർ, അവർക്ക് പിന്നിൽ ഈ റിസോർട്ട് മാഫിയ ആണ് എന്നൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് റിസോർട്ട് മാഫിയെ മുന്നിൽ നിർത്തി അവർക്ക് വേണ്ടി അവരുടെ സ്ഥലമാണ് ഇവിടെ ഉള്ളത് എന്നാണ്. മറ്റൊന്ന്, അമുസ്ലിങ്ങൾ ആരും ഈ വഖഫ് ഭൂമി വാങ്ങിയിട്ടില്ല എന്നാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അവരൊരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. ആ റിലീസിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിഴിഞ്ഞത്ത് നേട്ടം കൊയ്ത ഒരു പ്രത്യേക ക്രൈസ്തവ വിഭാഗമാണ് ഈ സമരത്തിന്, അതായത് ഈ ഇപ്പോഴുള്ള ഈ സമരത്തിന് മുന്നിൽ എന്നാണ് അവർ പ്രസ് റിലീസിൽ അവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. അതിൽ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു ഇത് വഖഫ് ഭൂമിയാണ്. ആ ഭൂമി അന്യാധീനപ്പെട്ടു പോകാൻ കാരണമായിരിക്കുന്നത് ഈ ഫറൂഖ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥയാണ് എന്നാണ്. പക്ഷേ ഇവർ അങ്ങനെ ഒരു അനാസ്ഥയുടെ കാര്യം പറയുമ്പോൾ പോലും കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ ഈ കേസിൽ ഒരിക്കൽ പോലും ഫറൂഖ് കോളേജിനെ ഇവർ കക്ഷി ചേർത്തിട്ടില്ല എന്നതാണ്. അവർ വഖഫ് അത് തന്നെ ഇവരുടെ ഒരു എല്ലാ കാര്യങ്ങളും പൊളിച്ചെഴുതുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പോരാട്ടമാണ് രാപ്പകലില്ലാതെ മുനമ്പത്ത് നടക്കുന്നത്. 600-ലധികം സാധാരണക്കാരായ കുടുംബമാണ് അവിടെ സ്വന്തം അവകാശത്തിന് വേണ്ടി, മൗലിക അവകാശത്തിന് വേണ്ടി, അതുവരെ താൻ ജീവിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് കുടിയിറക്കു ഭീഷണി ഉള്ളത് കൊണ്ട് രാപ്പകൽ സമരം ചെയ്യുന്നത്. ആ ജനതയാണ് കുടിയേറ്റക്കാർ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചിരിക്കുന്നത്. മാത്രമല്ല, അവരെ അവിടെ നിന്ന് കുടിയിറക്കി ആ വഖഫ് സ്വത്ത് തിരിച്ചു പിടിക്കണം. അവിടെയുള്ള മുനമ്പത്തെ കാര്യം മാത്രമല്ല, കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ വഖഫ് ഭൂമി ഉണ്ട്. ആ ഭൂമിയിലൊക്കെ കുടിയേറ്റക്കാരുണ്ട്. ആ കുടിയേറ്റക്കാരെയൊക്കെ ഒഴിപ്പിച്ച് ആ ഭൂമി തിരിച്ചു പിടിക്കണം എന്ന് തന്നെയാണ് അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ നിലപാട്. മാത്രമല്ല, അതിനവർ ന്യായീകരണമായി പറയുന്നത് ഈ സമരത്തിന് മുന്നിൽ റിസോർട്ട് മാഫിയാണ്, അവരാണ് ഈ സമരം നയിക്കുന്നത് എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് അത് പറയുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവുകയാണ്. കാരണം ഈ സമരം ഒരു ജനത നടത്തുന്ന അതിജീവനത്തിന്റെ സമരം വാർത്താമാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവരെയാണ് ഈ അഖില കേരള വഖഫ് സംരക്ഷണ സമിതി ഇപ്പോൾ അപമാനിച്ച അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവർ എടുത്തു പറയേണ്ട ഒന്ന്, വിഴിഞ്ഞത്ത് നേട്ടം കൊയ്ത ഒരു പ്രത്യേക ക്രൈസ്തവ വിഭാഗമാണ് ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത് എന്നൊക്കെയാണ് ഈ അഖില കേരള വഖഫ് സംരക്ഷണ സമിതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം സമരക്കാരെ കയ്യേറ്റക്കാരെന്നാണ് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി അധിക്ഷേപിച്ചിരിക്കുന്നത്. മുനമ്പത്തെ ഭൂമി തിരിച്ചു പിടിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അമുസ്ലിങ്ങൾ ആരും അവിടെ ഭൂമി വാങ്ങിയിട്ടില്ലെന്നും സമരത്തിന് പിന്നിൽ റിസോർട്ട് മാഫിയയും ആണ് എന്നാണ് അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ അവകാശവാദം.